ചെയ്യുന്നതിനായി ഹർ ഹൈനസ് പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ന് നമ്മൾ ഒത്തുചേർന്നത് ഒരു ആഘോഷത്തിനായി മാത്രമല്ല, അതിലുമധികം നമ്മുടെ ഭാവനയുടെ പരിമിതികൾ തേടി, നമ്മുടെ പൈതൃകത്തിന്റെ വേരുകൾ തേടി ഒരു ആത്മീയ യാത്രയ്ക്ക് കൂടിയാണ്. കലയും സാഹിത്യവും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇവയെ അംഗീകരിക്കാനും ആസ്വദിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ തുറക്കേണ്ട ഒരു ദിവസം കൂടിയാണെന്ന് കലാ സാംസ്കാരിക സംഗമത്തിന്റെ ഈ മഹനീയ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുക പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയെ ഏറ്റവും ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ രാജവംശത്തിലെ അംഗമായ തമ്പുരാട്ടി നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷകയും പ്രശസ്തയായ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യവുമാണ്. കേരളത്തിന്റെ ആധ്യാത്മികതയും സംസ്കാരവും ആഴത്തിൽ നിറഞ്ഞ തമ്പുരാട്ടിയുടെ സാഹിത്യ ലോകത്ത് തിളങ്ങുന്ന നാഴികക്കല്ലുമാണ്. സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും നൽകിയ അഭിമാനകരമായ സംഭാവനകൾക്കായി രാജ്യം 2024 പത്മശ്രീ ബഹുമതിയോടെ തമ്പുരാട്ടിയെ ആദരിച്ചു. ഇത്തരം മഹത്വം നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് അഭിമാനവും പ്രചോദനവുമാകുന്നു. തന്റെ സാന്നിധ്യത്താൽ ഈ വേദി അനുഗ്രഹിക്കുകയും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന തമ്പുരാട്ടിയെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തെന്നൂർ ഷംനാഥ് സർ, സെക്രട്ടേറിയറ്റ് ജോയിന്റ് സെക്രട്ടറി, ഇപ്പോൾ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സാംസ്കാരിക വേദിയിലെ മറ്റൊരു കുന്നുകൾ ഡോക്ടർ ഇനസ് ആശ്രാമം ഉള്ളിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് ആദരവ് ഏറ്റുവാങ്ങിയ വിശിഷ്ട വ്യക്തികൾ കാവ്യമാലികയുടെ രണ്ടാം ഭാഗമായ വാക്കുകളുടെ ഹൃദയം എന്ന കവിതാ സമാഹാരത്തിലൂടെ തന്റെ കഴിവുകൾ പ്രദർശിപ്പിച്ച എഴുത്തുകാർ, ഇന്നിവിടെ പുസ്തക പ്രകാശനം നടത്തുന്ന സാഹിത്യകാർ, ഈ വേദിയിലേക്ക് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക നായകൻ കാര്യവട്ടം ശ്രീധരൻ നായർ സർ, കലാസാഹിത്യ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന ശ്രീമാൻ കാര്യവട്ടം ശ്രീധരൻ നായർ സർ, ശ്രീമതി ബെറ്റ്സി എഡിസൺ, ശ്രീമതി ബെറ്റ്സി എഡിസൺ ഇപ്പോഴുള്ള അതിൻ്റെ വിശകലനത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെക്കുറിച്ച് വിശകലനം നടത്തിയ നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. പിന്നെ ആരെങ്കിലുമൊക്കെ അതിൻ്റെ പ്രസംഗം തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം പ്രസംഗം തീരില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്നും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ ഏറ്റുവാങ്ങുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്നും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ ഏറ്റുവാങ്ങുന്നതാണ്. വാക്കുകളുടെ സംസ്കൃതിയുടെ പ്രസിഡന്റ് PS സുരേഷ് കുമാർ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
ശാന്തി ശാന്തി. കലാ സാഹിത്യ സംസ്കൃതിയുടെ ഭാരവാഹികളും സദസ്കരിക്കുന്ന എല്ലാവരും എൻ്റെ സ്വന്തം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ കുറച്ച് സംസാരിക്കാൻ പോകുന്നുള്ള നല്ല കാര്യമാണ് അറിയിക്കുന്നത്. കണക്കില്ലാത്ത വേദികളിൽ കുട്ടിക്കാലത്തൊക്കെ ചെറുപ്പം തൊട്ട് നിർത്തിയല്ലോ എന്ന് എന്തായാലും ഞാൻ പോകുന്നത് ശരിക്കും രസമായിട്ട് തന്നെയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷമുണ്ട് വരാനൊക്കെ സാധിച്ചത്. പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ വൈകിട്ട് ഒരു പ്രോബ്ലം വന്നു. ഇന്ന് 11:30 തിരിച്ച് കൊട്ടാരത്തിൽ തന്നെ എത്തേണ്ട അനിവാര്യത വന്നു. അത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പോയത് എൻ്റെ കലാകാർക്കും എല്ലാവർക്കും ഈ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഭഗവാന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. അദ്ദേഹം ഴ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പുതിയ പുഴയരികിൽ ഏതോ ഈണങ്ങൾ എന്ന ഗാനം വിനീത് ശ്രീനിവാസനും അമൽ സാറോടെയാണ് ആലപിച്ചിരുന്നത്.